ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നലെ നമ്മൾ 8ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചിരുന്നത്. ഇന്നലെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളെയൊക്കെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് INCയുടെ രൂപീകരണമാണ് നമുക്കറിയാലേ. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. ഇനി ബാക്കി എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ക്ലാസ്സിന്റെ അവസാന ഭാഗത്ത് നമ്മൾ INCയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണല്ലേ നോക്കിയത്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, അതുപോലെ ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, പിന്നെന്താണ് അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത്. ഇനി ഇവിടെ വിഭജനവും ഭിന്നിപ്പിക്കലും എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാവും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പിലെ വിവരണമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആരെഴുതിയതാണ്? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയൊരു ഔദ്യോഗിക കുറിപ്പാണ് കേട്ടോ ബംഗാൾ വിഭജനത്തെ പറ്റി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കൈസൺ പ്രഭു വാദിച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കൈസൺ പ്രഭു വാദിച്ചത്. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കൈസൺ പ്രഭു ട്ടോ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? C. ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം INCയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇങ്ങനെ ബോക്സിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായിട്ട് വിഭജിച്ചതാണ്. കിഴക്കൻ ബംഗാൾ എന്തായിരുന്നു? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു കേട്ടോ. പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളും. ഇനി വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അപ്പോൾ എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്? 1905 ഒക്ടോബർ 16 ഇനി ബംഗാളിൽ ഉടനീളം ദുഃഖാചരണം നടന്നു. ഈ ഒരു ദിവസം കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോനാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു.
ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോട് കൂടിയാണ്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. ഈ ഒരു ഒക്ടോബർ 16 ഈ ഒരു ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖാചരണം നടന്നു. അതുപോലെ തന്നെ എന്താണ്, കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. പിന്നെന്താണ്, രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇതാണ് സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്? ബംഗാൾ വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായൊരു പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായൊരു കുതിച്ചുചാട്ടം ഉണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോട് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി എന്താണ്, ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതി. അപ്പോൾ ഈ ഒരു പേര് തന്നെ ഉണ്ടല്ലേ, സ്വദേശി പ്രസ്ഥാനം, സ്വദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതി. സാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യട്ടോ. സാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും അതുപോലെ ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന സമര രീതി. അപ്പോൾ സാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. എന്തായിരുന്നു? സാശ്രയം എന്നതായിരുന്നു കേട്ടോ. അപ്പോൾ സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ഇങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം. ഇനി ഇതിന്റെ ഭാഗമായി നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. നിരവധി തുണിമില്ലുകൾ, അതുപോലെ സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. അപ്പോൾ ഇത് ആരൊക്കെയാണ് ആരംഭിച്ചതെന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, അതുപോലെ V ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ഇനി ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടവയാണ്. ഇനി സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നൽകിയ വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന് മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നതുപോലെയുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളയിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങളൊക്കെ മടക്കി നൽകപ്പെട്ടു. പിന്നെന്താണ്? ദേവന്മാർക്ക് നിവേദ്യമായ വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇനി വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച് ആഘോഷവേളകളിൽ പങ്കെടുക്കുവാൻ അതിഥികൾ വിസമ്മതിച്ചു. സുരേന്ദ്രനാഥ ബാനർജിയുടെ സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കേട്ടോ ഇത്. ഇത്തരം പ്രചാരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വതന്ത്ര സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു.
സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും അതുപോലെ ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളാകുകയും ചെയ്തു. അതായത് സ്വദേശി പ്രസ്ഥാനത്തിൽ. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും അതുപോലെ സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും ഈ ഒരു പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ച ഏത് പ്രസ്ഥാനമാണ്? സ്വദേശി പ്രസ്ഥാനമാണ് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായത് എന്താണ്? ബംഗാൾ വിഭജനമാണ്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നടന്നത്. കൈസൻ പ്രഭു ആണ് കേട്ടോ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി. അടുത്ത ഹെഡിംഗ് ആണ് മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആരൊക്കെയാണ് മിതവാദികൾ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു മിതവാദികളിൽ പെടുന്നവർ കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കളൊന്നും തയ്യാറായിരുന്നില്ല. ഇവരെയാണ് മിതവാദികൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി ഒക്കെ മിതവാദികളാണ്. ഇനി അവരിൽ പ്രധാനികളാണ് ഇവരൊക്കെ കേട്ടോ. ഇനി സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ അതുപോലെ പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പം മിതവാദികളുടെ കാര്യമാണ് പറയുന്നത്. സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും അതുപോലെ യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവർ തീവ്ര ദേശീയവാദികൾ എന്നറിയപ്പെടുന്നു. അപ്പം മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടൊക്കെ അതൃപ്തിയുള്ള മറ്റൊരു വിഭാഗം ANC ഉണ്ടായിരുന്നു. ഇവരെയാണ് തീവ്ര ദേശീയവാദികൾ എന്ന് പറയുന്നത്. ഇനി തീവ്ര ദേശീയവാദികളിൽ പെടുന്നതാണ് ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവർ. ഇവരായിരുന്നു തീവ്ര ദേശീയവാദികളിൽ പ്രധാനികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. അപ്പോൾ ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വാദിച്ചു. മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പോൾ 1907 സൂററ്റിലെ കോൺഗ്രസ് ANC സമ്മേളനത്തിലെ മിതവാദികളുടെയും തീവ്ര ദേശീയവാദികളുടെയൊക്കെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി. ഈ സമ്മേളനം തുടർന്ന് കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങളൊക്കെ എന്താണ്? കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. അപ്പോൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ച ANC സമ്മേളനം ഏതാണ്? 1907 സൂററ്റ് സമ്മേളനം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ഇനി കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമായത് ഇന്ന് ഈ കോൺഗ്രസിലുണ്ടായ പിളർപ്പിലൂടെയാണ്. ഇതിനുശേഷം ബ്രിട്ടീഷുകാർ തീവ്ര ദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇനി ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. ഇനി ഇവിടെ സൈഡിലായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ സ്വദേശി സമിതികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാണ്ഡവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു.
എന്താണ് സ്വദേശി സമിതികൾ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനുമായിട്ട് പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണെന്ത് സ്വദേശി സമിതികൾ എന്ന് പറഞ്ഞാൽ. അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാണ്ഡവ് സമിതി ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. ഇനി സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം നൽകുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. അതൊക്കെ സ്വദേശി സമിതിയുടെ പ്രത്യേകത ആണ് കേട്ടോ. ഇനി എന്തൊക്കെയാണ്? സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക. ഇതൊക്കെ എന്താണ്? അശ്വനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാണ്ഡവ് സമിതിയുടെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ സ്വദേശി ബാണ്ഡവ് സമിതിയുടെ സ്ഥാപകൻ ആരാണ്? അശ്വനി കുമാർ ദത്ത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അടുത്തതാണ് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പോൾ എന്താണ് സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചതെന്നാണ്? 1906 അപ്പോൾ എന്താണ്? ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും എന്താണ്? തങ്ങളുടെ സമുദായത്തിന്, അതായത് മുസ്ലിം സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നായിരുന്നു ഈ ഒരു സംഘം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും അതുപോലെ 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമാവുന്നത് കേട്ടോ. അന്നത്തെ വൈസ്രോയി ആരാണ്? മിന്റോ പ്രഭു ആണ്. അപ്പോൾ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുമ്പോഴുള്ള വൈസ്രോയി മിന്റോ പ്രഭു കേട്ടോ. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ജനരോഷം തണുപ്പിക്കുന്നതിനും അതുപോലെ കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടിയിട്ട് ചില ഭരണ പരിഷ്കാരങ്ങളെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്നു. ഏതൊക്കെ? അതിലൊന്നാണ് എന്ത്? 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. എന്താണ് ഈ ഒരു പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകൾ? എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു. അപ്പം മിന്റോ മോർലി ഭരണപരിഷ്കാരം കൊണ്ടുവന്നത് 1909 കേട്ടോ. ഇതിൽ പ്രധാന 2 വ്യവസ്ഥകളായിരുന്നു ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, അതുപോലെ എന്താണ്? നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക. ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളെയാണ് ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവർ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, അതുപോലെ ബാലഗംഗാധര തിലക്, വിപിൻ ചന്ദ്രപാൽ. ലാൽ ബാൽ പാൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ് ഉണ്ട്, ബാലഗംഗാധര തിലക് ഉണ്ട്, വിപിൻ ചന്ദ്രപാൽ. ഇവരൊക്കെ തീവ്ര ദേശീയ നേതാക്കളിൽ പ്രധാനപ്പെട്ടവരാണ് കേട്ടോ. ഇവരെ ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നു. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണങ്ങളാണ് ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരവും. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ബംഗാളിനെ കിഴക്കൻ ബംഗാൾ അതുപോലെ പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിച്ചതാണ് അല്ലേ ബംഗാൾ വിഭജനം. ഇതിൻ്റെ കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും അതുപോലെ പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു അല്ലേ. ഈ ഒരു വിഭജനം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്കിടയിലുള്ള ഐക്യവും അതുപോലെ മതേതരത്വവും അഖണ്ഡതയും ഒക്കെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പ്രധാനമായിട്ടും ബംഗാൾ വിഭജനത്തിലൂടെ എന്താണ് ബ്രിട്ടീഷുകാർ ലക്ഷ്യം വെച്ചിരുന്നത്. 1909 നിലവിൽ വന്ന മിന്റോ മോർലി ഭരണപരിഷ്കാരവും ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നമുക്കറിയാം ഈ ഒരു ഭരണപരിഷ്കാരത്തിലൂടെ മുന്നോട്ട് വെച്ച 2 വ്യവസ്ഥകൾ
ഉണ്ടായിരുന്നില്ലേ, അതിലൊരു വ്യവസ്ഥ ഏതായിരുന്നു? മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അല്ലേ. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു മണ്ഡലം അനുവദിക്കുക എന്നുള്ളതിലൂടെ എന്താണ്, മുസ്ലിം വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണ പരിഷ്കാരത്തിലൂടെ വർഗീയതയ്ക്ക് കാരണമാവുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു ഭരണ പരിഷ്കാരം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബംഗാൾ വിഭജനവും മിൻറ്റോ മോർലി പരിഷ്കാരമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അത് കറക്റ്റാണ് കേട്ടോ. നമുക്ക് അധികമായിട്ടും അറിയുന്നത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണം ബംഗാൾ വിഭജനമാണ് നമുക്ക് ആദ്യം അറിയാലേ. പക്ഷെ മിൻറ്റോ മോർലി പരിഷ്കാരവും അങ്ങനെ തന്നെ കേട്ടോ. അടുത്തതാണ് ഹോം റൂൾ ലീഗ്. 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയം ഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകനും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അപ്പോൾ 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ വീണ്ടും സജീവമായത്. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ജനപിന്തുണ നേടി. പിന്നെന്താണ് ഹോം റൂൾ എന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം ഭരണം എന്നാട്ടോ. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ഇവർ ബാലഗംഗാധര തിലകനും ആനി ബസന്റൊക്കെ രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഈ സംഘടന ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ അവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ഇവർ ഈ ഒരു അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. അപ്പോൾ 1917 കൽക്കട്ട സമ്മേളനത്തിനാട്ടോ ആനി ബസന്റ് അധ്യക്ഷയായത്. INCയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷയാണ് ആനി ബസന്റ് കേട്ടോ. അടുത്തത് ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. 1916 INC സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 1917 സമ്മേളനമാണ് അല്ലേ. 1917 കൽക്കട്ടയിലായിരുന്നു, ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ എന്ന് പറഞ്ഞു. 1916 ലക്നൌവിലായിരുന്നു കേട്ടോ സമ്മേളനം നടന്നത്. ഇതിൽ രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അടുത്തതാണ് ഇതര വഴികളിലൂടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന് മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? INCയുടെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില വിപ്ലവ സംഘടനകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിലൊന്നാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി ബംഗാളിലാണ് രൂപീകരിച്ചത്. സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷാട്ടോ ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അനുശീലൻ സമിതി രൂപീകരിച്ചത് സച്ചീന്ദ്രനാഥ് സന്യാലും അരബിന്ദോ ഘോഷാണ് കേട്ടോ. ബംഗാളിലായിരുന്നു രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഭാരത് മാതാ അസോസിയേഷൻ ആണ്. മദ്രാസിലായിരുന്നു. അതുപോലെ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരായിരുന്നു കേട്ടോ. അപ്പോൾ ഭാരത് മാതാ അസോസിയേഷന്റെ ആസ്ഥാനം മദ്രാസിലാണ്. അതുപോലെ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഈ ഒരു അസോസിയേഷന് നേതൃത്വം കൊടുത്തത്. അടുത്തത് യുഗാന്തർ പാർട്ടിയാണ്. യുഗാന്തർ പാർട്ടി ബംഗാളിലായിരുന്നു. റാഷ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും കേട്ടോ. റാഷ് ബിഹാരി ബോസും ഖുദ്ദിറാം ബോസും കൂടിയാണ് ഈ ഒരു യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ് ആസ്ഥാനം. ലാല ഹർദയാലാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഗദ്ദാർ പാർട്ടിയൊക്കെ ഇത് അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം.
ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അക്കാലത്ത് ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. അതുപോലെ നമ്മൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.